ഈ ചർച്ചയിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം ബ്രിട്ടാസിനെ എന്ത് വിളിക്കണം എന്നതായിരിക്കും. അതിന് അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് അവറിന്റെ അവസാനത്തെ കമന്റായി അതുകൂടി കാണാം. നമസ്കാരം. നിങ്ങൾ എമ്പുരാനിലെ മുന്നയാണ്, നിങ്ങൾ മുന്നയാണ്. ഈ മുന്നമാരെ തിരിച്ചറിയാനുള്ള കരുത്ത് മലയാളിക്കൊണ്ട്. ഫ്ലാഷ് ബാക്ക്. ജോൺ ബ്രിട്ടാസ് ഇതൊക്കെ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ശ്രീ പിണറായി വിജയന് വേണ്ടിയാണ്. കേരളത്തിലെ CPM എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനാണ്. അപ്പോൾ പിണറായി വിജയന് വേണ്ടി ബ്രിഡ്ജാവുകയോ പാലമാവുകയോ അല്ലെങ്കിൽ ദല്ലാളാവുകയോ അല്ലെങ്കിൽ ഇടനിലക്കാരനാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് വിമർശനങ്ങൾ ഉണ്ടാവില്ല. പാർട്ടി അത് ഒരു തെറ്റായി കാണില്ല. പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഫാസിസത്തിന് വേണ്ടി പോരാടാൻ വന്നിട്ട് തിരിച്ചുപോയ കുഞ്ഞാപ്പയുടെ കൂടെയുള്ള ആൾക്കാരല്ലേ? പഴയ ലീഗിന്റെ നേതാവ് തങ്ങളല്ലേ പറഞ്ഞ മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർന്നു പോയി. ED കേസ് എവിടെയാണോ ED കേസ്? അദ്ദേഹം ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയിൽ RSS ആരോപണം ഉന്നയിക്കുകയാണ്. അതിനുവേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? മീശമാധവൻ എന്ന് പറയുന്ന സിനിമയിൽ പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്നുള്ള ഒരു ഡയലോഗാണ് പറയുന്നത്. അതിന്റെ കോണ്ടെക്സ്റ്റ് ഈ ചർച്ച കാണുന്ന പ്രേക്ഷകർ ഒന്ന് ആലോചിച്ച് നോക്കണം. സരസു എന്ന് പറയുന്ന ഒരാളിനെ പകൽ വെളിച്ചത്തിൽ കാണുന്ന സമയത്ത് വലിയ പരിചയം നടിക്കാതെ രാത്രിയിൽ രഹസ്യമായി അവരുടെ വീട്ടിലേക്ക് പാലമിടുന്നയാളാണ് ഭഗീരഥൻ പിള്ള. എന്നിട്ട് അത് പിടിക്കപ്പെടുന്ന സമയത്ത് ഭഗീരഥൻ പിള്ള പറയുന്ന ഡയലോഗാണ് പുരുഷു എന്നെ അനുഗ്രഹിക്കണമെന്ന്. സത്യത്തിൽ ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്കാണോ അതോ മറ്റാർക്കെങ്കിലുമാണോ ഇപ്പോ ഈ ഡയലോഗ് ചേരുന്നത് എന്നും ശ്രീ ബ്രിട്ടാസ് ആത്മാർത്ഥമായിട്ട് ഒന്ന് ആലോചിക്കണം.